അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹാസ് ഷെട്ടി അതുപോലെ അഷ്റഫ്, ഈ രണ്ട് മരണം അക്രമമാണ്. അക്രമം മതവിരുദ്ധവും അധാർമികതയുമാണ്. രാഷ്ട്രീയമായി വളർത്തുന്ന അസഹിഷ്ണുതയെ കർശനമായ നിയമത്തിലൂടെ ഇല്ലാതെയാക്കണം. കുറ്റവാളികളെയും കുറ്റകൃത്യങ്ങളെയും തങ്ങളുടേതായി മഹത്വവൽക്കരിക്കുന്ന നീച രീതി തീർച്ചയായും നമ്മുടെ നാടിനെ അത് കുട്ടിച്ചോറാക്കും. അതിന് നമ്മുടെ നാടുകളാണ് ഇരയാകുന്നത്. നിയമം കയ്യിലെടുത്തവരെ ഉടൻ അറസ്റ്റ് ചെയ്ത് നിയമ നടപ്പിലാക്കൽ, അതുപോലെ അധ്യാപകന്മാർ, മതപ്രബോധകന്മാർ അഹിംസ പഠിപ്പിക്കുകയും ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ കയ്യിൽ പുസ്തകം കൊടുത്ത് അവരെ നല്ല വിദ്യാസമ്പന്നരാക്കുന്നതിന് പകരം പ്രഭാഷണങ്ങൾ ചെയ്ത് ആ പിഞ്ചു മക്കളെ കയ്യിൽ ആയുധങ്ങൾ കൊടുത്ത് ആ മക്കളെ ഒരിക്കലും നാം തളർത്തരുത്. നമ്മുടെ നാട് വളരണം, വിദ്യാസമ്പന്നരാകണം. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കേണ്ടതാണ്. അതിന് പകരമായി ഒരു നാടിനെ കുട്ടിച്ചോറാക്കാൻ ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും ഇതുകൊണ്ടുണ്ടാക്കുന്ന നഷ്ടങ്ങൾ വലുതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കേണ്ടവരാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആര് ചെയ്താലും, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആര് ചെയ്താലും, ഇത്തരത്തിലുള്ള കുറ്റവാളികളെ ഒരിക്കലും അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഒരു നീചപ്രവൃത്തി ഒരിക്കലും നാം ചെയ്തു പോകരുത്. അക്രമം എന്നുള്ളത് പരിശുദ്ധമായ ദീൻ വളരെ ഗൗരവത്തിൽ കണ്ടതാണ്. അക്രമത്തിൻ്റെ ശിക്ഷ മരിച്ചതിൻ്റെ ശേഷമല്ല, മരിക്കുന്നതിൻ്റെ മുമ്പ് അനുഭവിക്കേണ്ടി വരും. ആരാവട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്ത്യാനിയാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, മനുഷ്യനായ രൂപത്തിലാണ് നാം അവരെ കാണേണ്ടത്. മദ്രസയിലൊക്കെ പഠിപ്പിക്കപ്പെടുന്നത് അന്നാസു ഇഖ്വ, മനുഷ്യർ പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ്. അത് ഹൈന്ദവനായാലും ക്രിസ്ത്യാനിയായാലും ഏത് മതക്കാരനായാലും അവർക്ക് സ്നേഹത്തിൽ വർദ്ധിക്കണമാണ് പിഞ്ചു മക്കൾക്ക് പഠിപ്പിക്കപ്പെടുന്നത്. മദ്രസയിൽ പഠിച്ച മക്കളൊരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടരുത്. എന്തെങ്കിലും അക്രമങ്ങൾ നടന്നാൽ, കുറ്റകൃത്യങ്ങൾ നടന്നാൽ അത് നിയമത്തിലൂടെ കൈകാര്യം ചെയ്യണം. അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ആരെങ്കിലും ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ നടന്നപ്പോൾ അവർ സ്വയം നിയമം കയ്യിലെടുക്കുകയാണെങ്കിൽ അവരെ ഉടനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അള്ളാഹു എല്ലാ മനുഷ്യരെയും കാത്തു രക്ഷിക്കട്ടെ. നാം ഈ ഇന്ത്യക്കാരായ നാമൊക്കെ ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെ മക്കളെ പോലെ സന്തോഷത്തിനും സ്നേഹത്തിനും ഐക്യത്തിനും കഴിയേണ്ടവരാണ്. നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കേണ്ടവരാണ്. അള്ളാഹു നമ്മുടെ നാടിൻ്റെ വളർച്ച, ഐക്യം, സ്നേഹം അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.